ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി മത്സരം. രണ്ട് ടീമാണ്, എ ബി. ഈ എ ടീമിൽ കുറേ സിനിമകൾ ഉണ്ടാവും, ബി ടീമിൽ കുറേ സിനിമകൾ ഉണ്ടാവും. അതിലേത് ടീമിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു? ഇന്ന് മസ്റ്റായിട്ട് രണ്ട് ടീം പിടിക്കണം, തീർച്ചയായിട്ടും. അതായത് ഒരേ ടീം പിടിക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പിടിച്ച ടീമിന് വേണ്ടി നമ്മൾ വാദിക്കണം, അത് നമ്മൾ ജയിക്കും എന്നുള്ളതാക്കണം. ഇത് ഗെയിമാണ്, മനഃപൂർവ്വം അങ്ങനെ ആക്കുന്നതാണ്. ഓക്കെ, അത് ഓർമ്മ ഉണ്ടാവണോ ഗെയിമാണെന്നുള്ളത്. അല്ലെന്നറിയോ, അതായത് ഇപ്പോൾ ഇവൻ എടുക്കുന്ന ടീമിലുള്ള സിനിമകളുണ്ടല്ലോ, അത് നമുക്കും പ്രിയപ്പെട്ടതായിരിക്കാം. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സിനിമ വെക്കുമ്പോൾ ഇവർക്ക് എന്താ ആ സിനിമയോട് ഇത്ര അങ്ങനെ പുച്ഛം എന്താണെന്ന് വിചാരിക്കരുത്. സംഭവം ഇവനെ ഏത് ടീം എടുത്താലും ഞാൻ പുച്ഛിക്കും, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വൻ മോഡേൺ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്, സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട്. എന്താണ് ഉദ്ദേശം? ഭയങ്കര ചൂടോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വിടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്, ചൂടിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, എന്താണെങ്കിൽ ഗെയിമിലേക്ക് കടക്കാം. പക്ഷെ രസമുണ്ട്. ഞാനാണ് ഈ മോട്ടിവേഷൻ തരുന്നതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. സത്യമാണ്, ഞാൻ എന്ത് നല്ല മനുഷ്യനായിരുന്നു അറിയോ. മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഈ കോലത്തിലായി, ഈ പരുവത്തിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ടീം ഇതാണ്. ഇത് ഇട്ടിരിക്കുന്നത് സായി കൃഷ്ണ സതീഷ്. ആളാണ് ഈ ടീം സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്റെ ടീം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടീം എ സ്പിരിറ്റ്. അതായത് പ്രഭാസ് നായകനാവുന്ന സന്ദീപ് റെഡ്ഡി വാഗ സംവിധാനം ചെയ്യുന്ന സിനിമ. അനിമലിന് ശേഷമുള്ള സന്ദീപിന്റെ അടുത്ത പടം. അടുത്തത് കൽക്കി 2, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗം. അത് കൽക്കി 2 ആണ്. അടുത്തത് ദൃശ്യം 3. അടിപൊളി. ദൃശ്യം 2-ന് ശേഷമുള്ള അടുത്ത സിനിമയും കൂടി ആകുമ്പോൾ ലാലേട്ടൻ ജിത്തു ജോസഫ് കോമ്പിനേഷൻ. അതും ദൃശ്യം എന്ന് പറഞ്ഞ പേര് തന്നെ മതി അതിലേക്ക് എത്താൻ. അടുത്തത് ഡ്രാഗൺ. പ്രശാന്ത് നീൽ NTR മൂവി. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത വർഷത്തിലാണ്, 2027-ലാണ് വരുന്നത്. അടുത്തത് ഖലീഫ. വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമയാണ്. ലാലേട്ടൻ ഒരു കാമ്യവേഷം ചെയ്യുന്നത്. അടുത്ത KGF 3. യഷ് നായകനായി പ്രശാന്ത് നീൽ ഒരുക്കുന്ന, അതായത് KGF 2-ന്റെ മൂന്നാം ഭാഗം. അടുത്തത് ജയിലർ 2. 7 ഇപ്പം ജയിലർ 2. ഈ 7 സിനിമകളാണ്. അതായത് സ്പിരിറ്റ്, കൽക്കി 2, ദൃശ്യം 3, ഡ്രാഗൺ, പിന്നെ ഖലീഫ, KGF 3, ജയിലർ 2. നെൽസൺ സംവിധാനം ചെയ്ത് രജനികാന്ത് നായകനാവുന്ന സിനിമയാണ്. ലാലേട്ടൻ, ശിവരാജ് കുമാർ, അങ്ങനെ വലിയ വലിയ താരങ്ങൾ അതിലുണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ട്? വിജയ് സേതുപതി, ഇഷ്ടം പോലെ, ഒരുപാട്. മലയാളത്തിൽ തന്നെ എന്തോരം പേരുണ്ട്. അതെ, സുരാജ് ഉണ്ട്, വിനായകനുണ്ട്. അടുത്ത ടീം ബി വാരണാസി. SS രാജമൗലി ഒരുക്കുന്ന മഹേഷ് ബാബു ചിത്രം. പൃഥ്വിരാജ് വില്ലനായിട്ട് വരുന്നു. അടുത്തത് ഐ ആം ഗെയിം. DQന്റെ തിരിച്ചുവരവ്. മൂവി. ഓണത്തിന് സിനിമ റിലീസിന് എത്തുകയാണ്. അടുത്തത് ടോക്സിക്. യശ് നായകനാവുന്ന സിനിമ. അതായത് ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. എല്ലാത്തിലും മലയാളികളുടെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ളടാ. ഇത് കഴിഞ്ഞിട്ടാണോ പറയാൻ? എല്ലാ പടത്തിലും ഉണ്ടാവും. മലയാളീസിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവാതിരിക്കൂല, അത് മെയിൻ. അടുത്തത് പേട്രിയറ്റ്. ലാലേട്ടനും മമ്മൂക്കി ഒരുമിക്കുന്ന സിനിമ. മഹേഷ് നാരായണൻ ഒരുക്കുന്ന സിനിമ മെയ് 1-ന് റിലീസിനെത്തുകയാണ്. പേട്രിയറ്റ്. അടുത്തത് ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ്. നസ്ലൻ നായകനാവുന്ന അമൽ നീരദ് മൂവി. ടോവിനോയും കുഞ്ചാക്കോനും കുറെ പേരുണ്ട്. സൗബിൻ അങ്ങനെ വമ്പൻ താരനിരയാണ് അതില്. വമ്പൻ ടീമുകളാട്ടോ. അടുത്തത് മട്ടാഞ്ചേരി മാഫിയ. അടുത്തത് എൻ്റെ അമ്മേ, ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന മമ്മൂക്ക മൂവി. ആസിഫ് അലി, നസ്ലൻ ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അടുത്തത് കാന്താര ചാപ്റ്റർ 2. കുറച്ച് റിസ്ക് ആണ്. ഋഷഭ് ഷെട്ടി നായകനാവുന്ന സിനിമ. ആള് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിന് മൂന്നാം ഭാഗം ഉണ്ട്, അതാണിത്. അപ്പൊ ഞാനിപ്പോ എടുക്കണല്ലോ. അത് തീർച്ചയായിട്ടും എടുക്കണം. ശരി, എന്താണെങ്കിലും
കൽക്കി 2 ഉണ്ടോ? നമുക്കൊന്ന് വിലയിരുത്താം. വിലയിരുത്താം. അത് ടീം എ തന്നെ എടുക്കാം. ഓക്കെ. സ്പിരിറ്റ് വിജയിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? പറയല്ല, ഇത് മത്സരത്തിന് വേണ്ടി പറയാം. മാരകമായ വിജയമായിരിക്കും. കാരണം അനിമൽ എന്ന് പറഞ്ഞാൽ അമ്മാരി ഹിറ്റിന് ശേഷം ആള് ചെയ്യുന്ന, അതും പ്രഭാസിനെ നായകനാക്കി ചെയ്യുന്ന സിനിമ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ട്രെൻഡ് ഇപ്പോഴും വിട്ടുപോയി. അത് വയലൻസ് ഉള്ള സിനിമ അതിപ്പോഴും അതിന് മാർക്കറ്റ് ഉണ്ട്. പിന്നെ ആ സിനിമ കുറച്ചും കൂടി ആളുടെ രീതിയിൽ വരുമ്പോഴേ അത് ഒന്നും കൂടി ഫാൻസ് കൂടുതലാണ്. അതിലേക്ക് പ്രഭാസ് വരുമ്പോൾ ഗംഭീരം. തീർച്ചയായിട്ടും. അടുത്തത് കൽക്കി 2. ഞാനും ഇവനും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ ഉണ്ടെങ്കിൽ അത് കൽക്കി 2 ആണ്. പക്ഷെ ഈ ഒരു സമയത്ത് വരുമ്പോ അവൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ നോക്കട്ടെ എന്താ പറയണേന്ന്. നാഗേഷിന് എനിക്ക് ആളോട് ഭയങ്കര ബഹുമാനം, പിന്നെ ഭയങ്കരമായ ട്രസ്റ്റും ഉണ്ട്. ആള് ഗംഭീരാക്കും. അപ്പം ഈ രണ്ടെണ്ണം അതിനകത്തെ ഹിറ്റുകളായിരിക്കും. ദൃശ്യം 3 അടുത്തത്. പേടിണ്ട്, ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ജോസഫ് ആണല്ലോ, അതും മലയാളികൾ അവിടെ ഉണ്ട്. അവർ കാത്തിരിക്കുന്ന മെയിൻ സിനിമകളിൽ ഒന്നായിരിക്കും ദൃശ്യം 3. അങ്ങനത്തെ ഒരു സിനിമയാണ് അത്. നമുക്കറിയാം ദൃശ്യം 2 OTT റിലീസായിരുന്നു. വേൾഡിൽ തന്നെ അത് എല്ലാവരും കാണാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പം ദൃശ്യം 3 ആയിട്ട് വരുമ്പോൾ, അത് തിയേറ്റർ റിലീസായിട്ട് വരുമ്പോൾ വേറെ ലെവലായിരിക്കും അതിൻ്റെ കത്തല്. അപ്പം 3 ആയി. അടുത്തത് ഡ്രാഗൺ. അതിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. പ്രശാന്ത് നീലിന്റെ പടം അത് മറ്റേ സാധനം തന്നെ ആയിരിക്കും. കരിപുരണ്ട ജീവിതങ്ങൾ അത് തന്നെ ആയിരിക്കും. അതിനകത്ത് വേറൊന്നും മാറ്റം. പക്ഷെ പറയാൻ പറ്റില്ല വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അത് കണ്ടു തന്നെ അറിയണം. സാലാർ വിജയം അല്ലായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ട് അവര് കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കാം. എനിക്ക് വലിയ പ്രതീക്ഷ ഞാൻ കൊടുക്കാത്തൊരു സിനിമ ഈ കൂട്ടത്തില് ഡ്രാഗൺ ആണ്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഡ്രാഗനോട് വലിയൊരു താല്പര്യം എനിക്കില്ല സത്യത്തില്. അത് ഈ സലാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആൾക്ക് ഇതൊന്നും മാറി ചിന്തിക്കാനൊന്നും കഴിയില്ല. നമ്മൾ ഇതിന് മുൻപ് കുറേ കൊല്ലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഖലീഫ. നല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ഹൈപ്പില. ഭീകരായിട്ട്. തീർച്ചയായിട്ടും. വൈശാഖ്, പൃഥ്വിരാജ്, ലാലേട്ടൻ, ഇതൊക്കെ തന്നെ ധാരാളം. ജെയ്ക്സ് ബിജോയ്. ആൾറെഡി അതിന്റെ ബിജിഎം കത്തി. പിന്നെ ഇതിന്റെ മേക്കിംഗ് ആൾറെഡി ഇതിന്റെ ഗ്ലിംസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഇത് ഏത് ലെവലിലാണ് വരാൻ ഉറപ്പിച്ച സ്റ്റൈലിഷ് പരിപാടി. അത് കിട്ടില്ലായിരിക്കും. അടുത്ത് KGF 3 പടം ഉണ്ടാവൂല. പിന്നെ ഇപ്പൊ അതിനകത്ത് നമ്മൾ പ്രതീക്ഷ കൊടുത്തിട്ടല്ല ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാകുകയാണെങ്കിൽ ഇതിന് ഇനി വർഷങ്ങൾ കഴിയണം. അടുത്തൊന്നും ഉണ്ടാവില്ല. അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അത് സത്യമായിട്ട് പറഞ്ഞാൽ അതാണ് സാധ്യത വളരെ കുറവാണ്. ഉണ്ട് എന്നുള്ളതൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു സ്കാം പോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ നിർത്തും. അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അടുത്തത് ജയിലർ 2. എൻ്റെ മോനെ വേറെ അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ A ടീമിൽ ആകെ 2 സിനിമകൾക്ക് ഞാൻ ഒരു പകുതി പ്രതീക്ഷ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം 5 കത്തിക്കും ഞങ്ങള്. ബി ടീമിലോട്ട് വരാം. ഇനി ഞാൻ ബിയിൽ തുടങ്ങണം. എന്റെ ടീമിലേക്ക് വരാം. വരൂ കടന്നു വരൂ. പോന്നോട്ടെ, പറയട്ടെ. വാരണാസി. ഈ ഇട്ടിരിക്കുന്ന എല്ലാ സിനിമയുടെയും മുകളിലേക്ക് അടിച്ചു കുത്തി കയറാൻ പോകുന്ന ഏതിട്ടിരിക്കുന്ന എല്ലാത്തിനും എല്ലാ ടീമിനേക്കാളും കൽക്കിന്റെ മുകളിൽ അതിന് പള്ളി പോയി പറയേണ്ടി വരും. നോക്കി കാണാം. SS രാജമൗലി. അതെന്തായാലും നാഗാഷിനും SS രാജമൗലിന്റെ മുകളിലേക്ക് വളർന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൽക്കി കണ്ടു കഴിഞ്ഞപ്പോ ഇടയ്ക്കൊന്ന് മാറിയായിരുന്നല്ലോ. ഫേവറേറ്റ് ആണ്. SS രാജമൗലിന്റെ മുകളിലേക്കൊന്നും SS രാജമൗലിയൊക്കെ വേറെ ജോണറിൽ പല പരിപാടി പഠിച്ചിട്ടുണ്ട്. മനുഷ്യരെ തന്നെ ആൾക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഓക്കെ, അതൊന്നും അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സിനിമകളെക്കാട്ടിലും മോളിൽ നിൽക്കും പറഞ്ഞില്ലേ, അതില്ല. വാരണാസി ഈ ബി ടീമില് ഓക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. സ്പിരിറ്റിനെ തൂക്കും, കൽക്കി 2നെ തൂക്കും, ഡ്രാഗനെ തൂക്കും, ഖലീഫിനെ തൂക്കും, KGF 3 ഇല്ല, ജയിലർ 2നെ തൂക്കും. സ്പിരിറ്റിനെ തൂക്കുമായിരിക്കാം മേ ബി, അതും ഞാൻ ഉറപ്പിച്ച് പറയില്ല. മേ ബി കൽക്കി 2നെ തൂക്കൂല. അതിന്റെ ഒന്നും മുകളിലോട്ട് വരില്ല. അതന്നെ ഞങ്ങള് ചെയ്തു വെച്ചിട്ടുള്ള സാധനത്തിന്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല. എന്തെത്തിയിട്ടില്ല? ബാഹുബലിന്റെ ഒന്നും എത്തിയിട്ടില്ല. അല്ല ഇതൊരു ഗെയിം മാത്രമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിർബന്ധമുള്ള സത്യത്തിനല്ലേ. കളക്ഷനൊക്കെ കാൽക്കി ഒരു ജസ്റ്റ് 1000 ഒന്ന് തൊട്ടുന്നല്ലേ ഉള്ളൂ. അല്ലാതെ അതൊക്കെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. 1000 തൊട്ടില്ലേ?
തൊട്ടോ അപ്പൊ ചിന്തിച്ചു നോക്കണം കൽക്കി 2 എന്തായിരിക്കും എന്നുള്ളത്. അതൊക്കെ ശരിയാണ്. പക്ഷെ വാരണാസി അപ്പൊ എന്തായി കാരണം ചിന്തിച്ചു നോക്ക്. അതായത് ബാഹുബലി എത്ര ബഡ്ജറ്റിൽ ഇറക്കിയത്, അതിനേക്കാൾ ഡബിൾ ഇരട്ടി പൈസയിൽ ഇറക്കുന്ന വാരണാസി, അതും ക്യാഷ് കൃത്യമായി വിനിയോഗിക്കുന്ന ആളാണ്. വേറൊരു കാര്യമുണ്ട് അവിടെ, മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? അതായത് ഈ പ്രഭാസ് രാജമൗലി സിനിമയിൽ വരുന്ന പോലെ അല്ല വേറെ ആരും വന്നാലും. അതൊക്കെ എന്റെ തോന്നല. വിപ്ലവം സൃഷ്ടിച്ചതാണ്. അവിടെ ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങൾക്ക് ഒരു സ്റ്റാർ വാലിന്റെ SS രാജമൗലി എന്ന ബ്രാൻഡ്. മഹേഷ് ബാബുവിന്റെ ഒക്കെ വേറെ വീണ്ടും വേറെ ഉണ്ട്. അതിന്റെ കൂടെ പറഞ്ഞാൽ വീണ്ടും നീ താഴെ പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രം സംസാരിക്കാം. വാരണാസിയില് മഹേഷ് ബാബു അല്ലേ നായകൻ, പറഞ്ഞതല്ലേ. അതായത് ഞങ്ങൾ SS രാജമൗലിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഈ ഇപ്പൊ നീ പറഞ്ഞ 7 സിനിമകളില്ലേ ടീം എന്റെ ഇതിൽ പറഞ്ഞ, അതിനൊക്കെ തൂക്കാനുള്ളതായി. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് മഹേഷ് ബാബു, വേൾഡ് വൈഡിലേക്ക് ഈ സിനിമ എത്തിക്കും. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ സ്പിരിറ്റും കൽക്കിന്റെയും ഈ 2 സിനിമകളിലൊപ്പം ഇങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഈ എഴുതിട്ടോ 2000 കോടിയില്ലേ, അതിൽ തൊടും ചെയ്യും. അത് മാത്രല്ല ദംഗളിനെ തൂക്കും ചെയ്യും. 2000 കോടി സിമ്പിൾ ആയിട്ട് കൽക്കിട്ട് കൊടുക്കും. അങ്ങനെ നേടുന്നുണ്ടെങ്കിൽ, അതായത് കൽക്കി ടു 2000 നേടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4000 കോടി നേടും. പക്ഷെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുള്ളൂ. എപ്പോ വന്നാലും ഞങ്ങളാണല്ലോ നിങ്ങൾ അടിക്കുന്നതിന്റെ 1 കോടി മുകളിൽ അടിച്ചിരിക്കും. അത് തോന്നലാണോന്നുള്ളത് കണ്ടറിയാം. ചിരിച്ചിട്ട് കാര്യമില്ല, വരട്ടെ, കണ്ടറിയാം. ഇപ്പൊ തന്നെ ഞാൻ ജയിച്ചു. അടുത്തത് രണ്ടാമത്തത് അയാം ഗെയിമാണ്. ലിസ്റ്റിലുള്ളത് അയാം ഗെയിം. ദുൽഖറും നഹാസും ഒരുമിക്കുന്ന സിനിമ. അതായത് വേറെ ലെവലിൽ വരാൻ പോകുന്ന. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അടുത്തത് ടോക്സിക്. ഇത് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ പറയാം, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ ആയിരിക്കും ഇത്. ഇത് മാത്രമല്ല, നമ്മൾ അതല്ല നോക്കേണ്ടത്. തീർച്ചയായിട്ടും. അതായത് ടോക്സിക് ആയിരം തൊടുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു 800-500 മോളിൽ പോകും. 900 അതിന്റെ അടിയിൽ 500 മോളിൽ കയറും തീർച്ചയായും. സിമ്പിളായിട്ട്. എന്താടാ ഒന്നല്ല കൂട്ടാ, ഗീതുല് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? നോയിക്കോ, കണ്ടോ. അടുത്തത് പാട്രിയറ്റ്. ലാലേട്ടൻ മമ്മൂക്ക് ഒരുമിക്കുന്ന സിനിമ. ഇതിപ്പോ വലുപ്പം ഉണ്ട് തന്നെ. എന്റെ ടീം തന്നെ മെയിന്. എന്തൊക്കെയാന്ന് ഒന്നുകൂടി പറഞ്ഞേ. പാട്രിയറ്റ്. എന്തേ സമ്മതിച്ചു. അത് മലയാളത്തില് അപ്പുറത്ത് അങ്ങോട്ട് അതിലൊരു സിനിമ ഇല്ല. ജയിലർ 2 KGF 3 ഇല്ല. ജയിലർ 2 ഉണ്ട്. അതിന് വരാണ്ട് ജയിലറിന്റെ മുകളിൽ ഞങ്ങള് അത് ഋഷഭ് ഷെട്ടിനെ വെച്ച് അടിക്കും. ഞങ്ങള് അവിടെ ഇവിടെ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്ന സിനിമ. അതില് ഫഫ, ചാക്കോച്ചൻ, നയൻതാര, രേവതി, രാജീവ് മേനോൻ, അങ്ങനെ വമ്പൻ താരനിരകളാണുള്ളത്. അതിന്റെ ഒപ്പം വെക്കാനോ അതിന്റെ ഒപ്പത്തിനല്ല, അതിന്റെ മുകളിലുള്ള സാധനമാണ് ഞങ്ങൾക്ക് ജയിലർ 2. ലാലേട്ടൻ, രജനീകാന്ത്, ശിവരാജ്കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ, പിന്നെ ഇനിയുണ്ട്, കുറെ ഉണ്ട്. ഈ പാൻ ഇന്ത്യൻ സിനിമ. ഈ ദൃശ്യം 3, അതുപോലെ ഒരു മലയാള സിനിമ ഉള്ളൂ അല്ലേ? ബാക്കിയെല്ലാം ഖലീഫുണ്ട്. മലയാള സിനിമ ഖലീഫും ദൃശ്യം 3 മാത്രമേ ഉള്ളൂ മലയാളത്തിൽ നിന്നുള്ള സിനിമ നിന്റെ ലിസ്റ്റിലുള്ളത്. ഞങ്ങളിലുള്ളത് നമ്മളെല്ലാരും ഒന്നാട്ടോ. അയാം ഗെയിം, പാട്രിയറ്റ്, ബാച്ചിലർ പാർട്ടി, ഡ്യൂക്സ്, മട്ടാഞ്ചേരി മാഫിയ, 4 സിനിമ ഇതിൽ മലയാളത്തിൽ നിന്നുള്ള എടുത്ത്. മലയാള സിനിമ എത്രത്തോളം ഇതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്. ആ കുറഞ്ഞ അതും വെറും 500-600 അടുത്തോളം സ്ക്രീനുകൾ തിയേറ്ററുള്ള ഇതിൽ നിന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യണം. പിന്നെ കുറച്ച് പാൻ ഇന്ത്യൻ ആക്കി കുറച്ച് കിട്ടുന്ന, എന്തായാലും ജയിലർ 2 കിട്ടുന്ന സ്വീകാര്യത എന്തായാലും മലയാള സിനിമ കിട്ടൂല. അപ്പോൾ മലയാളം വെച്ച് അതിൽ നിന്ന് നിന്റെ ലിസ്റ്റിൽ നിന്ന് മലയാള സിനിമ എടുത്തിട്ടാണ് അതിനെ എന്ത് ചെയ്യേണ്ടത്,
കമ്പയർ ഉണ്ട്. അല്ലാതെ ജയിലർ 2 കൊണ്ടുവന്നാണ്ട് പേട്ടറിന് മുമ്പ് കൊണ്ടുവന്നിട്ടല്ല. ഒറ്റ കാര്യം പറട്ടെ, ഇവിടെ 4 ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ 4 ഈ 2 തന്നെ തികച്ചു വേണ്ട. ഏത്? ദൃശ്യം 3യും ഖലീഫയും. ഈ 4 2 തികച്ചു. ദൃശ്യം 3 വരികയും ചെയ്യും, തൂക്കുകയും ചെയ്യും. അത് ഇന്നത്തെ കാലഘട്ടം. വേറെ കാര്യം പറയട്ടെ, എനിക്ക് വാഴ 2 ഈ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ സിമ്പിൾ ആയിട്ട് പിള്ളേര് വന്നിട്ടേ അടിച്ചു 200 ഇപ്പോ. അതായത് അവരുടെ ലൈഫ് ലോങ് ഫുൾ കളക്ഷനാണ് മാറ്റിമറിക്കാൻ പോകുന്നത് വാഴ 2. അപ്പം സിനിമയുടെ ഇത് വെച്ചിട്ട് ദൃശ്യം 3ന്റെ ലെവല് എനിക്ക് തോന്നുന്നില്ല ദൃശ്യം 4 സിനിമയുടെ മുകളിലേക്ക് ഉണ്ടാവും. ദൃശ്യം 3 വരുമ്പോ കണ്ടോണം. അത് ഏത് കാലഘട്ടത്തിലും ഏത് ആൾക്കാരുടെ മുന്നിലോട്ടും എപ്പോഴും ഇറക്കി വെക്കാൻ പറ്റുന്ന സാധനമായിരിക്കും. ആണ്. അപ്പൊ ആണെന്ന് സമ്മതിക്കുന്നുണ്ടോ? അതൊക്കെയാണ്. ഇനി വേറെ കാര്യം പറഞ്ഞുതരാം. ദൃശ്യം 3 എനിക്കുള്ള പ്രതീക്ഷയാണോ മുകളിൽ, നിനക്കുള്ള പ്രതീക്ഷയാണോ മുകളിൽ? എന്നെക്കാളും താഴെയല്ലേ നീ പ്രതീക്ഷിക്കുന്നത്? കാരണം എന്താ? ജിത്തു ജോസഫ് ആണ്. അത് ഞാൻ സമ്മതിച്ചു. ലാസ്റ്റ് കണ്ട 2 സിനിമ അതേപോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യം അതില് ഞാൻ അംഗീകരിച്ചു. എനിക്ക് ദൃശ്യം 3 ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു 80% പ്രതീക്ഷയുള്ളൂ. അതായത് സംവിധായകരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഗതി പോയി കഴിഞ്ഞാൽ പട്ടം വിട്ട, പക്ഷെ ചരട് വിട്ടുപോയ പട്ടം പോലെ ആയ കയ്യിൽ പോകും. അതിന്റെ കാര്യം കൂടി പറഞ്ഞു. അതിൽ വിശ്വാസം തോന്നുന്ന സംവിധായകർ എന്നുള്ള രീതിയിൽ ദൃശ്യം 3 ഞങ്ങളുടെ അയാം ഗെയിമും പേട്രിയറ്റും എനിക്കൊട്ട് തരുന്നത് കേട്ടോ. മട്ടാഞ്ചേരി മാഫി അതിന്റെ മുകളിലാണെന്ന് ഇതിനകത്ത് ശരിക്കും ഈ 5 ഖലീഫയും കൂടെ വേണമെങ്കിൽ നീ എടുത്തോ. ഞാൻ 5 മുകളിൽ ഒറ്റ സാധനം ഇല്ല. എനിക്ക് ഇവിടെ ഇന്ത്യയിൽ നിന്ന് എല്ലാം എടുത്തു. എനിക്ക് വാരണാസി മാത്രം വെച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാരണാസിയും കൽക്കിയും മാത്രമേ ഉള്ളൂ. നേർക്ക് നേർ പോരാട്ടം. കാണാം കേട്ടോ. ഇതിനകത്ത് മികച്ച ടീം ഈ 7-7 അത് ബെസ്റ്റ് ടീമേയാ. വാരണാസി സിമ്പിൾ ആയിട്ട് തൂക്കും മൊത്തം ടീമിനെ വിഴുങ്ങും. മറ്റൊരു കാര്യം പറയാനുണ്ട്. ദൃശ്യം 3 ക്ഷമിക്കണം. ഇവിടെ എന്നോട് ക്ഷമിക്കണം. ഇവിടെ കമന്റ് സെക്ഷൻ നോക്കിക്കോ. കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ടീം എക്കായിരിക്കും ഇവിടെ സപ്പോർട്ട്. കാരണം ഒരൊറ്റ പേരേ ഉള്ളൂ. ഏതാണെന്നറിയോ? ഇനി ഞാൻ പറഞ്ഞ ഒറ്റ പേര് കളിക്കാറല്ലോ. ദൃശ്യം ആ ഒരൊറ്റ പേര് മതി ഇവിടെ കമന്റ് ബോക്സ് എന്ന് വന്ന് അറിയാൻ. സപ്പോർട്ടിനല്ല ഇവിടെ സംസാരം. നമ്മൾ തിയേറ്ററിലേക്കാണ് ഈ സമയത്ത് ഗാലറിക്ക് വേണ്ടി കളിക്കുന്നതിലല്ല കാര്യം. അത് അതിനിടയിൽ കൂടി തിരികണ്ട. ഇവിടെ നിൽക്ക്. ഇവിടെ 2 ടീമിനെ എടുത്ത് വെച്ചിട്ട് ഏത് ടീം ബെസ്റ്റ്, അത് നമ്മൾ 2 പേരും ഓരോ ടീമിനെ സെലക്ട് ചെയ്തു. ആ ടീമിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്ര, എ ടീമിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്ര, ബി ടീമിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്ര, അതാണ് നമുക്ക് അറിയാനുള്ളത്. ഈ കാര്യം പറയാം. നീ ഇപ്പൊ ഒരു കളി കാണുന്നു, ആ 2 ടീമും നിന്റെതല്ല. അപ്പോൾ ഒരു ശക്തമായി കളിക്കുന്ന ഒരു ടീം അത് ഫേമസ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും ജനപിന്തുണ അല്ലെങ്കിൽ പേരെടുത്തൊരു ഒരു ടീം, ആ ടീം ഓൾറെഡി ഒരു ഗോളിന് ജയിച്ചു നിൽക്കുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ട് പിന്നിൽ നിന്ന് ജയിച്ചു കയറാൻ എപ്പോഴും നമുക്ക് മനുഷ്യർക്ക് അവരോടൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്തൊരു ടീമാണ് കേട്ടോ, എപ്പോഴും അതിലെ ചെറിയ ടീമിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്താ പറയണേ, ഫുള്ള് ഇത് ബി ടീം എന്നായിരിക്കും കമന്റിൽ വരാൻ. ഈ ഡയലോഗിലൂടെ ഒരു മിനിറ്റ്, അത് പരാജയം കൊണ്ടല്ല, അത് വിജയമാണ്. എ ടീമിന്റെ ഫുള്ള് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്നറിയോ? ബി ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എന്തെന്നാ അതിന് പറയാ, സൈക്കോളജിക്കൽ മൂവ്, ആ ഒരു സാധനം അതിന് അടിയിൽ കൂടെ തിരികെ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടക്കൂല. പോലെ ഇവിടെ നടക്കൂല. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, മുടിയാതെ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന വാരണാസിക്ക് ഒപ്പം നിങ്ങൾ ദൃശ്യം 3യും മറ്റേ കൽക്കി 2 ഒക്കെ വെച്ചിട്ട് തുഴഞ്ഞിട്ട് കാര്യമില്ല. തുഴഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എത്രയോ മുന്നിൽ വലിയൊരു വലിയ കപ്പലോടിക്കൊണ്ടിരിക്കുന്നു. അതായത് പ്രഭാസിന്റെ 2 സിനിമകൾ, കൽക്കി 2, സ്പിരിറ്റ്. ഓക്കെ, സ്പിരിറ്റ് ഒക്കെ സംസാരിച്ചോ?
സ്പിരിറ്റ് ഒക്കെ വേണമെങ്കിൽ സംസാരിച്ചതിന് കൂടെ പിന്നെ കൽക്കി 2-നേക്കാളും കളക്ഷൻ നേടാൻ പോകുന്നത് സ്പിരിറ്റ് ആയിരിക്കും. കൽക്കി 2 കളക്ഷൻ 1 കോടി നീയൊക്കെ അടിക്കുന്നതിന്റെ മുകളിൽ 1 കോടി അടിച്ചില്ലെങ്കിൽ മീശ പഠിക്കുമെന്ന് പറയാൻ പറ്റൂല. അത് വേണ്ട, മീശ നല്ല രസം. എന്ത് നീ തല മൊട്ടയടിക്കോ? ഇതിന് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിന്റെ മുടി പോകില്ലല്ലോ. മുട്ടുമ്പോ തരത്തിൽ നോക്കി മുട്ടണം, അതല്ലേ? അത്രേ ഉള്ളു. അപ്പൊ പേടിയുണ്ട്. ഞങ്ങൾ എത്രയോ ഇപ്പൊ താഴെ കിടക്കുന്ന ഏതെങ്കിലും അങ്ങനെ എന്ന് പറയുന്ന ആൾക്കാരെ ഇതിനെയാണ് പറയുന്നത് പേടി എന്ന് പറഞ്ഞ സാധനം. ഇല്ല, നിങ്ങൾ ഈ ചെറിയ ബോട്ടിൽ പോകുന്നവരില്ലേ, ഒരു പേടിച്ചാൽ മതി സ്രാവിനെ. വലിയ ബോട്ട് അല്ല കപ്പലിൽ പോകുന്നവർക്ക് ഇതൊരു വിഷയമല്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ഒരു മഞ്ഞുമല ഉണ്ടാവും, ചെറുതായിട്ടേ കാണുള്ളൂ. ഈ കപ്പലിൽ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട സാധനം എന്താ പറയട്ടെ അതായത് കപ്പലിലാ പോണെന്ന് പറഞ്ഞല്ലോ. കപ്പലിൽ പോണ ആൾക്കാര് ബോട്ടിന് വിഷയം, ബോട്ട് അതിന്റെ സൈഡിൽ കൂടെ ആണെങ്കിലും കയറി പോകും കേട്ടോ, സൈഡിൽ കൂടെ ആണെങ്കിലും പോകും. പക്ഷെ കപ്പൽ അങ്ങനല്ല, പോയി ഇട്ടിച്ചിട്ട് ഒരു ചെറിയ മൂഞ്ചായി ഉണ്ടാവൂല. മനസ്സിലായോ? ചെറിയ കൊമ്പുള്ള മീനില്ലേ, അതൊന്നും തട്ടിയാൻ ബോട്ടില്ല. പിന്നെയാണ് ഈ വലിയ ഷിപ്പ് എന്തെങ്കിലും, അതും കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അതിന്റെ അവശിഷ്ടമായിട്ട് അത് ടൈറ്റാനിക് മാത്രമാണ്. വല്ലപ്പോഴും എന്തെങ്കിലും ഓരോ കപ്പൽ മുങ്ങിയെങ്കിലും ആയി, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും എപ്പോഴെങ്കിലും. എടാ ഈ ഒരു 2-3 മാസം മുന്നേ ആണോ 2-3 കപ്പൽ മുങ്ങിയത്. അത് കേട്ടോ, അത് നീ അറിഞ്ഞത് എങ്ങനെ? കപ്പലായതുകൊണ്ട്. ബോട്ടായാലും അറിയ പോലില്ല. സിനിമകൾ മുങ്ങിയ ആ ബോട്ടിലുള്ള ആൾക്കാർ മാത്രം. ഇതിനകത്ത് എന്താണെന്നറിയോ, ഞങ്ങള് മുങ്ങിയിട്ടുണ്ടെങ്കിലും അടുത്ത ബോട്ട് വന്ന് ഞങ്ങളെ രക്ഷിക്കാനെങ്കിലും ആൾക്കാരാണ്. അതായത് ഞങ്ങളുടെ 7 എണ്ണം ലിസ്റ്റ്, എണ്ണം പറഞ്ഞ സാധനം ലിസ്റ്റ് ഉള്ളത്. അവിടെ എന്തോ ഉണ്ടാണ് എടാ. അവിടെ ആകെ ഒരു കപ്പല് മാത്രം വെച്ചോണ്ട് നടക്കുക. ആ കപ്പലും കാണാൻ പൊട്ടിയിട്ടുള്ള അവസ്ഥ ആലോചിച്ചു. കപ്പൽ പോവും, ഈ കപ്പലിൽ നമുക്ക് രക്ഷപ്പെടാനും അല്ലാതെ കുറെ സാധനങ്ങളുണ്ട് അതിലുണ്ടോ വലിയ. മനസ്സിലായി ബോട്ട് നിലത്തൊക്കെ ഇട്ടിട്ട് നിലത്തേക്കല്ലടാ പട്ടി വെള്ളത്തിലേക്ക്. അല്ല, മഞ്ഞുമലയിൽ നിലാവൂല, അതും വാട്ടർ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, അവിടെ സൈഡിലുള്ള വെള്ളത്തിലേക്ക് ഇടും, എന്നിട്ട് അതിലൂടെ രക്ഷപ്പെടാനുണ്ടോ? അങ്ങനെയുള്ള പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തില്ല. ഈ ഷിപ്പിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാനിടുന്ന ബോട്ടുകളില്ല, അതിന് പോലുള്ള വലിപ്പം നിങ്ങളുടെ ഈ സാധാരണ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ബോട്ടിനില്ല. സത്യം എന്താണെന്നറിയോ, ഇപ്പൊ പറഞ്ഞ കറക്റ്റാ. ഈ ആകെ ഒരു വലിയൊരു കപ്പലുണ്ട് മുന്നില്, അതിനകത്തുള്ള ബാക്കിയുള്ള ലിസ്റ്റ് കണ്ടില്ലേ, ആ ലിസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോളേ ശരിയാ, വലിപ്പമില്ല. ചെറിയ ചെറിയ മീനുകളുടെ അത്ര പോലും വലിപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് മൊത്തം പാൻ ഇന്ത്യൻ സിനിമകളിൽ കൂടെ നിൽക്കുന്നു നിന്റെ കൂടെ. എൻ്റെ അതില് ആകെ പാൻ വേൾഡ് ആയിട്ട് ഒരു സാധനം ഉണ്ട്, അത് മതി ഞങ്ങൾക്ക്. ആയിക്കോട്ടെ, ആ സാധനം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. 2027 വാരണാസി റിലീസിനെത്തും ഇല്ലേ? അത് കഴിഞ്ഞാൽ പിറ്റത്തെ തന്നെ അടുത്ത് തന്നെ ഞങ്ങൾ കൽക്കി 2 ഇറക്കും. അതെന്നാ? കൽക്കി 2 അടുത്ത വർഷമുള്ളൂ. ആര് പറഞ്ഞു? അത് ഞാൻ പറഞ്ഞു, വന്നിട്ടില്ല. അടുത്ത വർഷം ഉണ്ടാവും. ആരും ഓർത്തനിരിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കാന്താര 2 ഒക്കെയോ എന്ന് വരുന്നത്? അത് ഷൂട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇതോ അതും അതുപോലെ തന്നെയല്ലേ? കൽക്കി 2 നടന്നോണ്ടിരിക്കുന്നല്ലോ. അത് നടക്കുന്നല്ലോ. അവര് നിങ്ങൾ ഒരേപോലെ നിങ്ങളെ ഡേറ്റ് ഫിക്സ് ചെയ്തതാണോ? അല്ലേ? ഞങ്ങള് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഞങ്ങള് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ വർക്കൊക്കെ തീർന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ആകാശിന് എവിടെയെങ്കിലും വരുന്നു, പ്രഭാസ് എവിടെയും വരുന്നു, കൽക്കി 2 എന്നാ വരിക എന്ന് ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ട്. അവർക്കറിയാം വരാൻ പോകുന്ന ഒരു അടാറ് സാധനമായിരിക്കും. പിന്നെ എന്തിനു ചോദിക്കാൻ നിൽക്കണം? പിന്നെ എന്തിനു വരാൻ പോകുന്ന വലിയൊരു മലയാണെങ്കിൽ നമ്മൾ എന്തിനു ചോദിക്കണം? അത് വരുമ്പോ അത് അജാതി വലിപ്പത്തിലേ വരുള്ളൂ. അത് അത്രയും മനസ്സിലാക്കി. വാരണാസിക്ക് അതിന്റെ മുന്നിൽ വെറും വാരണാസി. അതായത് ഈ രാമായണ 1400 അല്ല 4000 കോടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നപ്പോ അന്ന് രാമായണ വാരണാസിന്റെ വലുപ്പത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വന്നേക്കാം എന്നുള്ളൊരു തോന്നല് അന്നുണ്ടായിരുന്നു. അല്ലാതെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമക്കും തൊട്ടടുത്ത് പോലും വലുപ്പം കാണിക്കാൻ
ഒരു സിനിമക്കും വാരണാസിന്റെ മുമ്പിൽ പറ്റിയിട്ടില്ല, പറ്റൂല. അത് പറ്റുകയും ചെയ്യും, പറ്റി കാണിക്കുകയും ചെയ്യും. എങ്കിൽ നിന്നെ പറ്റിച്ചിട്ടുണ്ടാരോ? അതന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മാത്രമായിരിക്കും ഏറ്റവും വലുത് എന്ന് നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുക. അതിന്റെ മുകളിൽ ഇവിടെ പിള്ളേരുണ്ട്, ചെയ്യും ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. സൗത്ത് ഇന്ത്യ ബോളിവുഡിന്റെ നോർത്ത് ഇന്ത്യൻ സിനിമന്റെ മുകളിലേക്ക് എത്തിയത് SS രാജമൗലി. എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾ വാങ്ങുന്ന ഇപ്പൊ ഓരോ പാൻ ഇന്ത്യൻ സിനിമകളുടെയും അഭിമാനത്തോടെ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന പങ്ക് വഹിച്ച ആളാണ് SS രാജമൗലി. ആണ്, സമ്മതിച്ചു. ഇനി പറയട്ടെ ഈ SS രാജമൗലി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. അത് ആ തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ ഈ പറയുന്നത്. അല്ല, തെറ്റിദ്ധാരണ ഇത് ഇയാൾ ഈ ബാഹുബലി പിടിച്ചോണ്ട് ഏത് കാലത്ത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ചെറുക്കന്മാരെ എത്ര പടങ്ങൾ ചെയ്തു. ചെയ്തു, ഗംഭീരം. എന്തേ അതും SS രാജമൗലിയാണ്. ആയിക്കോട്ടെ, എല്ലാ പടങ്ങളും ഹിറ്റ് അടിക്കാൻ മൂപ്പര് സിനിമകളുടെ ദൈവമൊന്നുമല്ലല്ലോ. വരാൻ പോണ പടം കണ്ടോണം. ഇതാ വരാൻ പോണത് കണ്ടോണം എന്നാ പറഞ്ഞത്. വരാൻ പോകുന്നത് ഏതാണ്? വാരണാസി. പൊട്ടും. നോക്കിക്കോ. സാക്ഷാൽ രാമന്റെ പോലും അനുഗ്രഹം വാരണാസിക്ക്. അതിപ്പോ RRR ഉണ്ടായിരുന്നല്ലോ. അത് വിജയിച്ചല്ലോ. RRR വിജയിച്ചു. ഹനുമാനല്ല, ആദിപുരുഷന് ഹനുമാൻജി നേരിട്ട് വരുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അനുഗ്രഹം കൊണ്ട് മാത്രം പോരാന്നുള്ളത്. പക്ഷെ എന്നാലും അതായത് SS രാജമൗലി പിന്നെ രാമന് വലിയ പ്രാധാന്യമുണ്ട്. ഡിവോഷണൽ രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ. പിന്നെ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, ഞാൻ കാത്തിരിക്കുന്ന ആ ലാസ്റ്റത്തെ ഏട്. ഞാൻ വേറെ കുറച്ച് സാധനം പറഞ്ഞു. രാവണന്റെയും ഫൈറ്റ് ഞാൻ കുറച്ച് സാധനം പറഞ്ഞു. കൽക്കി 2 പ്രഭാസ്, DQ എന്തായാലും വാരണാസിന്റെ ഇത്ര അടുത്ത് നമ്മള് കാത്തിരിക്കുന്നു. ശരിയായിരിക്കാം, ആദ്യം ഇത്രയായിരുന്നു, ശരി. രണ്ടാമത്തെ ഇത്രയായി, കുറച്ച് കഴിഞ്ഞപ്പോ ഇത്രയായി. ഇനി ലാസ്റ്റ് എത്ര നീ പറയാന്നറിയോ? ഈ ഒപ്പത്തിനൊപ്പം അത് പറഞ്ഞിരിക്കും, നോക്കിക്കോ. അതിപ്പോ ഞാൻ പറഞ്ഞ മറ്റുള്ളവർ സമ്മതിക്കാൻ ഇതിനകത്ത് ഇതാണ് ഉത്തരം മുട്ടുമോന്റെ. ഇല്ല, ഉത്തരം മുട്ടിട്ടല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇനി പറ, A ടീമാണോ B ടീമാണോ ബെസ്റ്റ്? ബി ടീമേ. നോക്കിക്കോ. ഞങ്ങള് പോവാണ്. പോടാ. ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.